ഭരതൻ എൻ്റെ ഗുരു തന്നെയാണ്. ഹരൻ സാറിനെ പോലെ തന്നെ എന്നെ വേറൊരു വഴിക്ക്, വളരെ വിസ്തൃതമായൊരു വഴിയിലേക്ക് വഴിവിട്ട് നടത്താൻ എന്നെ അനുഗ്രഹിച്ച ആളാണ്. ആതിരപ്പള്ളി സൈഡിൽ ഭരതൻ്റെ സിനിമ കാതോട് കാതോരം, ഭരതൻ, എൻ്റെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അന്നിപ്പോൾ അതിൽ അഭിനയിക്കണമെന്ന് നമ്മൾ കൊതിച്ചിട്ടില്ല. പക്ഷേ മമ്മൂക്കയോടുള്ള ആരാധന കൊണ്ട് ഇത് മമ്മൂക്കയുടെ ഉഗ്രൊരു ക്യാരക്ടറാണ്, ഡിഫറെൻ്റ് ആണല്ലോ. പിന്നെ സിനിമ വന്ന് പാട്ടുകളോട് കണ്ടപ്പോൾ അപാരം. എടാ നീ ചിലപ്പോൾ അതിനകത്ത് കിട്ടാൻ സാധ്യത, ഞാൻ നിന്നൊന്ന് പടം എടുത്ത് അയക്കാം, നമുക്ക് ഈ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്, ഭരതൻ മറ്റേതെന്ന് പറഞ്ഞു. ഞാൻ നീ എടുക്ക്, നിനക്ക് അത്ര കോൺഫിഡൻസ് ആണ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പടമൊക്കെ എടുത്ത് അയക്കുകയൊക്കെ ചെയ്തു. അതെവിടെ അവിടെ 10,000 ലെറ്റർ ഋഷ്യ ശൃംഗം പോയിട്ട് ഇപ്പോൾ 1-2 ദിവസം ഫസ്റ്റ് ഡേക്ക് സെക്കൻഡ് ഡേക്ക് ഡയറക്ടർ പറയും, ചേട്ടാ അത്രയും വേണ്ട, ഇത്രയും മതി, സെറ്റിൽ ആവട്ടെ എന്നൊക്കെ പറയുമായിരിക്കും. പിന്നെ നമ്മൾ അതിലേക്ക് അവരെ കൊണ്ടത് പറയിക്കാതെ ഈ പറഞ്ഞ 10-16 ദിവസം പോകുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ആരുടേതാണെന്ന് പോലും യാതൊരു തിരിച്ചറിവില്ലാത്തൊരു അസ്ഥികൂടത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ്. എന്നിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നു. മാസ്റ്റർ പറഞ്ഞ 1-2 സ്റ്റെപ്പ് ഞാൻ ഇട്ടു, ബാക്കി മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. അപ്പൊ ഇടയ്ക്ക് ഈ മാസ്റ്റർ മനസ്സിലായി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അപ്പൊ മാസ്റ്റർ ഇങ്ങനെ അവിടെ നിപ്പുണ്ട്, വെളിയിൽ നിപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ചോദിച്ചു, മാസ്റ്റർ പുള്ളി മൂർക്കാൻ ചോദിക്കുന്ന ആളുണ്ട്, അത് കുഴപ്പമില്ലെന്നു. പുള്ളിയുടെ സമ്മതം അവിടെ നിന്ന് എനിക്ക് കിട്ടി. ഭരതനാണെങ്കിൽ കട്ട് ഷോട്ടും പരിപാടിയൊന്നുമില്ല, ഒരു ക്യാമറ വെച്ച് നീ ചെയ്തോടാ എന്ന് പറയുള്ളൂ. അത് മുഴുവൻ ഒറ്റ ഷോട്ടാണ്. അപ്പൊ അത് രണ്ടും ഒരു റിഹേഴ്സലും ഒരു 3 ടേക്ക് ആകുമ്പോഴുള്ള അവസ്ഥയിൽ വെച്ച് മനോജ് കെ ജയനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. മനോജായി വിശേഷണങ്ങൾക്കപ്പുറത്താണ്. ഇപ്പോൾ അഭിനയ ജീവിതത്തിലെ 35-ാം വർഷം. വല്ലാത്തൊരു യാദർശികത എന്ന് പറയാവുന്നത്, ഹരിഹരൻ സാറിനോടൊപ്പം തന്നെ ഒരു ഗുരുതുല്യതയിലുള്ള ആളാണ് ഭരതൻ. കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു തുടർച്ച പോലെ ഉണ്ടാകുന്നൊരു സിനിമയാണ്. ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ ഭരതൻ സാറിൻ്റെ സാന്നിധ്യമുള്ള സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയുടെ കൂടി ഭാഗമായിട്ടാണ് ഈ ഗംഭീരമായ കഥാപാത്രം വരുന്നത്. ഉറപ്പായും എനിക്കെപ്പോഴും അറിയാവുന്നത്, ഏത് കഥാപാത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഈ പറഞ്ഞ ഹരിഹരൻ സാറിൻ്റെ കൂടി ഉണ്ടായ തുടക്കത്തെക്കുറിച്ച് പറയാറുണ്ട്, ആദം അയ്യൂബിൻ്റെ പുള, കുമിളകളെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ ഒരു ഈ എല്ലാ കാലത്തും ഈ പറഞ്ഞ നടന്നു വന്ന വഴികളിൽ കൃതജ്ഞതയോടെ ഓർക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ കാതോട് കാതോരം കൂടിയുള്ളൊരു സിനിമയാണല്ലോ രേഖാചിത്രം. അങ്ങനെ ഒരു ഭരതസ്മൃതി കൂടിയുള്ളൊരു പടമായി മാറിയിട്ടുണ്ട്. അത് അറിയാതെ സംഭവിച്ചത് തന്നെയാണ്. ഭരതൻ എൻ്റെ ഗുരു തന്നെയാണ്. ഹരൻ സാറിനെ പോലെ തന്നെ എന്നെ വേറൊരു വഴിക്ക്, വളരെ വിസ്തൃതമായൊരു വഴിയിലേക്ക് വഴിവിട്ട് നടത്താൻ എന്നെ അനുഗ്രഹിച്ച ആളാണ്. പ്രത്യേകിച്ച് സർഗത്തിലെ പിക്യൂലിയർ മാനറിസംസ് മാത്രമുള്ള ഒരു ക്യാരക്ടറിലൂടെ പോയി ആ ഒരു ഇമേജ് ഉണ്ടാക്കി എനിക്ക് ഏത് തരത്തിലേക്കും വഴി വിട്ട് ചലിക്കാൻ സാധ്യതയുള്ളൊരു കഥാപാത്രം തന്ന ചമയത്തിലെ ആൻഡ്രോയിൽ തന്ന ഗുരുനാഥൻ തന്നെയാണ്. അപ്പോൾ ഈ കാതോട് കാതോരം എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഈ ലൂയിസിനെ എനിക്ക് എന്നും ഇഷ്ടമാണ്. അതിൻ്റെ ലൂയിസിൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളും, ആ ഒരു പശ്ചാത്തലം, ഈ പറഞ്ഞ മലക്കപ്പാറയൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഈ നാനയിൽ വായിച്ചിട്ടാണ് ഞാനിത് അറിഞ്ഞത്. ഞാനന്ന് ജസ്റ്റ് സിനിമയിൽ തുടങ്ങിയ കാലം തന്നെയാണ്. 85-86 നമ്മൾ സിനിമ അവസര അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് നാനയുടെ സ്ഥിരം വായനക്കാരനാണല്ലോ. അപ്പോൾ ഇങ്ങനെ ആതിരപ്പള്ളി സൈഡിൽ ഭരതൻ്റെ സിനിമ കാതോട് കാതോരം, ഭരതൻ, അതിൻ്റെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അന്നിപ്പോൾ അതിൽ അഭിനയിക്കണമെന്ന് നമ്മൾ കൊതിച്ചിട്ടില്ല. പക്ഷേ മമ്മൂക്കയോടുള്ള ആരാധന കൊണ്ട് ഇത് മമ്മൂക്കയുടെ ഉഗ്രൊരു ക്യാരക്ടറാണ്, ഡിഫറെൻ്റ് ആണല്ലോ. പിന്നെ സിനിമ വന്ന് പാട്ടുകളോട് കണ്ടപ്പോൾ അപാരം. ഔസഫ് ബച്ചൻ സാറിൻ്റെ മ്യൂസിക്കും ഒക്കെ അപാരം. SD പാടി ക്യാമറ, 7 ആർട്സിൻ്റെ ആദ്യത്തെ സിനിമ. ആ സമയത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയത്, പൂർത്തിയാക്കാൻ. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്ത് ജയൻ ചെമ്പഴന്തി ഉണ്ട്, അവൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പം വൈശാലിയുടെ ഒരു പരസ്യം, ഇങ്ങനെ വൈശാലിയിലേക്ക് ഋഷ്യശൃംഖനായി അഭിനയിക്കാൻ ഒരാളെ തരുന്നു, ഇത്ര വയസ്സ്, പ്രായം, പൊക്കം, വണ്ണം അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു, എടാ നീ ചിലപ്പോൾ അതിനകത്ത് കിട്ടാൻ സാധ്യത, ഞാൻ നിന്നൊന്ന് പടം എടുത്ത് അയക്കാം, നമുക്ക് ഈ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്, ഭരതൻ മറ്റേതെന്ന് പറഞ്ഞു. ഞാൻ നീ എടുക്ക്, നിനക്ക് അത്ര കോൺഫിഡൻസ് ആണ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പടമൊക്കെ എടുത്ത് അയക്കുകയൊക്കെ ചെയ്തു. അതെവിടെ അവിടെ 10,000 ലെറ്റർ ഋഷ്യ ശൃംഗം പോയിട്ട് മഴയായിട്ട് കിട്ടാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെ അത് ആ വഴിക്ക് പോയി. പക്ഷേ ഒരു കാലത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു നീതി എന്നൊക്കെ പറയുന്ന പോലെ വീണ്ടും ഭരതൻ ചിത്രത്തിലേക്ക് ഒരു സാധ്യത ഇങ്ങനെ വരുന്നു. അതായത് പ്രണാമം ഷൂട്ടിംഗ് അവിടെ 88-89 തിരുവല്ല ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം തുടങ്ങിയിട്ടില്ല.
അതിലേക്ക് അശോകൻ്റെ സുഹൃത്തുക്കളായിട്ട് 4 പേര് വേണം. അപ്പം ഞാൻ കോട്ടയമാണ്, മറ്റേ തിരുവല്ല നടക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ എൻ്റെ തൊട്ടയൽപക്കം ജൂബിലി ജോയ് തോമസ്, പുള്ളിയുടെ അനിയൻ ജിമ്മി തോമസ് ഒക്കെയാണ്. അപ്പം ജിമ്മി ചേ എന്നെ കണ്ട് പറഞ്ഞു, മനോജേ, അപ്പം ഞാനിങ്ങനെ ഈ അഭിനയ അന്വേഷിയായിട്ട് ഇങ്ങനെ തീവ്രമായിട്ട് നടക്കുന്ന കാലമാണ്. അപ്പം ജിമ്മി ചേ, ചേട്ടാ നമുക്കൊന്ന് ശ്രമിച്ചാലോ, 4 പിള്ളേർ വേണമെന്ന് പറയുന്നുണ്ട് പടത്തിനകത്ത്, നിന്നെ നമുക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പ്രണാമത്തിൻ്റെ തിരുവല്ലയിൽ എലൈറ്റ് ഹോട്ടലിൽ ചെന്നു. ഭരതനെ വീണ്ടും കണ്ടു. അപ്പോൾ ക്യൂ ആണ് അവിടെ. അപ്പോൾ എനിക്ക് ക്യൂ നിൽക്കാതെ ഇവർ ഇച്ചിരി ഇതൊക്കെ തന്നു, ആനുകൂല്യങ്ങളൊക്കെ തന്നു. അപ്പം ഭരതനെ അവസാനം കയറി കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്നയാളുടെ മകനാണ് മനോജ് കെ ജയൻ. അവരെ ഞങ്ങൾക്കറിയാം, പിന്നെ അങ്ങ് വലിയ പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ വൈശാലിയിലേക്ക് ഞാനിങ്ങനെ ഒരു സ്റ്റില്ലൊക്കെ അയച്ചിരുന്നു. അത് അറിയില്ല, അത് വേറെ സെക്ഷനാണ് അതൊക്കെ നോക്കിയത്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇത് ഞാൻ നോക്കട്ടെ, എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞങ്ങ് വിട്ടു. രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞു, ഡിക്ലെയർ ചെയ്തു, ചാൻസ് ഒന്നുമില്ല. ഭരതേൻ്റെ പടം വീണ്ടും പോയി. അങ്ങനെ നോക്കിയപ്പോൾ 1991 സർഗം ഷൂട്ടിംഗ് തുടങ്ങുന്നു. 92 ഏപ്രിലിൽ സർഗം റിലീസാവുന്നു. എന്നെ വിളിച്ച ആദ്യത്തെ 4 സംവിധായകരിൽ ഒരാൾ ഭരതേട്ടനായിരുന്നു. അതായിരുന്നു വെങ്കലം. അപ്പോൾ നോക്കി, ഇത്രയും മോഹിച്ച ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഈ കാതോടും പോലെ അങ്ങോട്ട് ഓർമ്മയ്ക്കായി ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനെ കണ്ട് വളർന്ന ആളല്ലേ. മാത്രമല്ല നമ്മുടെ കുട്ടൻ ആ പെർഫോമൻസ് കണ്ടിട്ടാണല്ലോ വിളിക്കുന്നത്. അതെ, അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുമല്ല, പെർഫോമൻസ് കണ്ടിട്ട് ഓക്കെ ഇനി ഇദ്ദേഹത്തെ എനിക്ക് കാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കാം. അതെ, ഓരോന്നിനും ഓരോ വഴി എന്ന് പറഞ്ഞ പോലെ പെരുന്തച്ചൻ കണ്ടിട്ടാണ് എനിക്ക് സർഗത്തിലേക്ക് അവസരം കിട്ടുന്നത്. സാറ് പെരുന്തച്ചൻ കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൽ മറ്റാണ് കണ്ടിട്ട് ആണ് ഈ പെരുന്തച്ചനിലെ കഥാപാത്രം കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെ വെച്ച് നമുക്ക് സർഗം ആലോചിച്ചാലോ, സാറിൻ്റെ മനസ്സിൽ ആദ്യമായിട്ടൊരു രൂപരേഖ ഉണ്ടാവുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്നിനൊന്നിന് വളമായാണ് എൻ്റെ അഭിനയ ജീവിതം വന്നിട്ടുള്ളത്. ഇപ്പം ഈ രേഖാചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ടോട്ടാലിറ്റിയിൽ അദ്ദേഹത്തിൻ്റെതായ ഇമോഷനും റീസണൊക്കെ ഉണ്ടല്ലോ. നമ്മളെപ്പോഴും പറയുമല്ലോ പലതരം വില്ലന്മാരുണ്ട്, എന്നാൽ ഈ വില്ലൻ്റെതായ വലിയ കഥയുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ രേഖയുടെ കഥയേക്കാൾ നീണ്ട കഥ ഒരുപക്ഷെ വക്കച്ചൻ്റേത് ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ അത് ക്രാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നീണ്ട കഥ, ഈ പറയുന്ന ഒരുപാട് നിഗൂഢത, നമുക്കൊരു പക്ഷേ സിനിമ തിയേറ്ററിൽ റൺ ചെയ്യുന്നതുകൊണ്ട് അത്രയും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റോറി കൂടിയുള്ളൊരു സംഗതിയാണല്ലോ. അങ്ങനെ പലതരം ഇമോഷൻസിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അതുകൂടി ഭയങ്കര കൗതുകമായിരുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ. തീർച്ചയായും ഈ വക്കച്ചന് ഈ സെമിനാരി ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഉണ്ടെങ്കിലും അവിടെ കിടന്ന് ഈ ഇച്ചിരി തരികട കളിച്ചിട്ടാണല്ലോ ഈ പൈസ ഉണ്ടാക്കുന്നത്. ആ കൂടെ ഒരു പ്രണയവും ഉണ്ടായി, പുഷ്പമായിട്ടുള്ള പ്രണയം ഉണ്ടായി, അതിലൂടെ ഒരു ജീവിതം കെട്ടിപ്പടുത്തു. അപ്പൊ അങ്ങനെ ഒക്കെ വളർന്നു വന്ന ആളല്ലേ. അപ്പം കഥ ഈ പറഞ്ഞ പോലെ മനീഷ് പറഞ്ഞ പോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രേക്ഷകനത് വളരെ ബുദ്ധിയുള്ള ആൾക്കാരെങ്കിൽ വളരെ പ്രബുദ്ധരായ പ്രേക്ഷകരായതുകൊണ്ട് അവർക്കത് കിട്ടുന്നുണ്ട്. ഇയാളെന്തായിരിക്കും, എങ്ങനെയാണ് ഇപ്പൊ ഇവിടം വരെ എത്തിയതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ നിഗൂഢത ഏത് കാലത്തും പിടിക്കപ്പെടാം എന്നുള്ള നിഗൂഢതയുള്ള മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആസിഫിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ തന്നെ പുള്ളിക്ക് അത് കിട്ടുന്നുണ്ട്, അത് കുഴപ്പത്തിലേക്ക് ആകുമെന്ന്. അവിടെ മുതൽ തുടങ്ങുന്ന ഒരു നിഗൂഢത അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഒരു പ്രൊഫസർ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, മനോജ്, ആ നിഗൂഢത എങ്ങനെ നിങ്ങൾ ഇത്രയും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത് എങ്ങനെ സംഭവം എങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അറിയില്ല, അതിങ്ങനെ ആ ക്യാരക്ടറിലേക്കുള്ളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാതെ ഇപ്പോൾ 1-2 ദിവസം ഫസ്റ്റ് ഡേക്ക് സെക്കൻഡ് ഡേക്ക് ഡയറക്ടർ പറയും, ചേട്ടാ അത്രയും വേണ്ട, ഇത്രയും മതി, സെറ്റിൽ ആവട്ടെ എന്നൊക്കെ പറയുമായിരിക്കും. പിന്നെ നമ്മൾ അതിലേക്ക് അവരെ കൊണ്ടത് പറയിക്കാതെ ഈ പറഞ്ഞ 10-16 ദിവസം പോകുക എന്നുള്ളതാണ് നമ്മുടെ രീതി. തുടർച്ച വേണമല്ലോ, എല്ലാ ദിവസവും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് മോശമല്ല, അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ നമ്മളത് തുടർന്ന് പിടിച്ചു പോകാന്നുള്ളു. ഇപ്പൊ ക്ലൈമാക്സിലുള്ള വരാൻ പറയുമ്പോൾ ഉള്ള ഇദ്ദേഹത്തിന്റെ എക്സ്പ്രഷനൊക്കെ അതങ്ങ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞ ആൾ എടുത്തു പറഞ്ഞു. അത് ആ സമയത്തുള്ള ആ മുഖം അല്ലെങ്കിൽ അയാളുടെ ആ കണ്ണുകൾ ഒക്കെ എങ്ങനെ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു ജേർണിയിൽ സംഭവിച്ചു പോകുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. പോയി അതിനു മുമ്പ് ചിലപ്പോൾ ഷോട്ടിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു തമാശയും പാട്ടും പഴയ ചരിത്രങ്ങളൊക്കെ പറയാൻ കേൾക്കാനോടെ ആൾക്കാരുണ്ട്. ഈ ജോഫിൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിരുന്ന് പറയും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഷോട്ടിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വക്കച്ചനാവും. അങ്ങനെ ആവണമല്ലോ, അങ്ങനെയല്ല എൻ്റെ രീതി. ഉറപ്പായും ആലീസ് വിൻസെൻ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു ക്യാരക്ടറിന് കിട്ടുമ്പോൾ അത് ക്യാരക്ടർ റോളാണെങ്കിലും
മെയിൻ ലീഡാണെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അതിലൊരു നമ്മളെപ്പോഴും മനോജ് കെ ജയൻ്റെ ക്യാരക്ടർ നമ്മൾ ഒരു സ്റ്റൈലൈസ്ഡ് വേർഷനാണ് കാണുന്നത്. നമ്മൾ ദിവാകരൻ എടുത്താലും ദിഗംബരൻ എടുത്താലും നമ്മൾ ഏതൊരു റോളിലും അതൊരു സ്റ്റൈലൈസ്ഡ് വേർഷൻ ഉണ്ട്, ഒരു ഓൺ വേർഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വിൻസെൻറ്റിൻ്റെ വരവുണ്ട്. വിൻസെൻറ്റിനെ ആ പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രി നോക്കിയാൽ, അല്ലെങ്കിൽ ഡോറ് തുറന്ന് വിൻസെൻ്റ് ഇറങ്ങുന്നിടത്താണെങ്കിൽ കൈ പുറത്തേക്ക് എടുക്കുന്ന രീതിയിലാണെങ്കിൽ, വാച്ച് ചെയ്യുന്ന രീതിയിലാണ്, എല്ലാത്തിലും ഒരു 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 ബോഡി ലാംഗ്വേജിൽ കൂടിയാണ് നമ്മൾ ഇതാണ് ആലിസ് വിൻസെൻ്റ് അല്ലേ, ഇതാണ് അയാളുടെ പണത്തൂക്കടക്കം ശരീരഭാഷയിലാണ് അറിയുന്നത്. ഈ ക്യാരക്ടറിനെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഈ സ്ട്രൈറ്റ് രേഖാചിത്രം പറയുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ ക്യാരക്ടറിന് കിട്ടുന്ന സമയത്ത് അതിലൊരു സ്റ്റൈലൈസ്ഡ് വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തരം എഫേർട്ട് എടുത്തേക്കുന്നത്? ജോഫിൻ വന്ന് ഈ ക്യാരക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇന്നത്തൊരു രൂപരേഖ കിട്ടി എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഡയറക്ടർ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അനുസരിച്ച് പോകാറുള്ള ഒരു നടനാണ്. അവരെന്താണ് ഉദ്ദേശിച്ചത് അതിലേക്ക് നമ്മളെത്താൻ നമ്മുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി ഇട്ട് പോകാറാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് ഈ സിനിമയ്ക്ക് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന നല്ല വിദ്യാഭ്യാസമുണ്ട്, സെമിനാരിലൊക്കെ നിന്ന ആളാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അങ്ങനെ ഒന്നൊരു സീനുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് പോയി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റൈലൈസ് എന്നൊരു സാധനം ഞാൻ ബോംബെയിലൊക്കെ ജീവിച്ചു വന്നതാണല്ലോ. പിന്നെ അയാൾ ജീവിച്ച രീതികളും അല്ലെങ്കിൽ കണ്ടു വളർന്ന ആൾക്കാരും ഒക്കെ ആ ഒരു ലെവലിലുള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ കൊടുത്തു പോയേ പറ്റൂ. വെറും ഒരു ലോക്കൽ അപ്പോൾ ഒരുപാട് ജീവിതം, പല തരം ജീവിതം കണ്ട ആളാണ്. അതുകൊണ്ട് അയാൾക്ക് അനുഭവ സമ്പത്ത് ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെതായൊരു സംഭവം നമ്മൾ കൊടുക്കണം. ഭയങ്കര ഇമ്മൻസ്ലി റിച്ചാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാകുമ്പോൾ കുറേയൊക്കെ നമ്മൾ മനഃപൂർവ്വമെങ്കിലും നമ്മുടെ ഒരാൾ പേഴ്സണലി നമ്മൾ അങ്ങനെ പറയുകയാണ്, അങ്ങനെ മനഃപൂർവ്വമെങ്കിലും അയാളൊന്നും ആകാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ആയതായിരിക്കും അയാൾ. വിൻസെൻ്റ് ആളൊരു കിടിലനാണ്. അതെ അതെ. ഒരു 3 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതം പറയുമ്പോൾ നമുക്കറിയണം, അതായത് മറ്റു പലർക്കും കിട്ടാത്ത തരം സൗഭാഗ്യം എന്നൊക്കെ പറയാവുന്ന നമ്മൾ ഒരു എക്സ്ട്രീം പോയിന്റ്, അതായത് ഒരു മൂർത്തതയിലുള്ള ഒരുപാട് കഥ. ഇപ്പം നമ്മൾ ദിഗംബരൻ നോക്കുവാണെങ്കിൽ ഒറ്റ ദിഗംബരനേ ഉള്ളൂ, അതുപോലെ ഒരാൾ എന്ന് പറയാവുന്നത്. അതേസമയം തന്നെ കുട്ടൻ തമ്പുരാൻ നോക്കുവാണെങ്കിൽ കുട്ടൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരുപാട് സംഭാഷണങ്ങളില്ല, സംഭാഷണ രാഹിത്യങ്ങളിൽ നോക്കിൽ വാക്കിൽ അല്ലെങ്കിൽ അങ്ങനെ പെർഫോമൻസിലൂന്നിയാണല്ലോ. എപ്പോഴും നമ്മൾ മനോജ് കെ ജെ എന്ന് പറഞ്ഞൊരു ആക്ടറെ പോകുമ്പോൾ പെർഫോമൻസ് ആണ്, സംഭാഷണങ്ങളല്ല ആദ്യം ഓർമ്മയില്ല. അതിപ്പോൾ തലക്കൽ ചന്തു ആണെങ്കിലും ഓരോ കഥാപാത്രത്തിനും അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. എനിക്ക് ഈ സിനിമയുടെ കാര്യത്തിലും ചോദിക്കാവുന്നത്, ഇതിലും ഒരുപാട് ഇപ്പം ഹോസ്പിറ്റൽ സീൻസ് ആണെങ്കിലും മകനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലെ റിയാക്ഷൻ ആണെങ്കിലും ആസിഫുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വരുന്ന കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഒരു പിടികൊടുക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന മൊത്തം ഒരു കണ്ണിൽ അല്ലെങ്കിൽ മുഖഭാവങ്ങളിലാണല്ലോ പെർഫോം ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ ഈ മൊമെൻറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പെർഫോമർ എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാറുള്ളത്? ഓരോ ദിവസവും പല സമയങ്ങളിലായിട്ടായിരിക്കില്ലേ ഷൂട്ട് ചെയ്യുന്നത്? അതെ അതെ. അത് സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാന്നുള്ള നമ്മുടെ ഒരു കടമ. ആ രീതിയിൽ നമ്മൾ പോയിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ അതിബുദ്ധിമാന്മാരെ എനിക്ക് തോന്നുന്നു അധികം സംസാരിക്കുന്നൊന്നുമില്ല. അവർക്കറിയാൻ കാര്യങ്ങൾ, സംസാരിക്കാത്ത നിമിഷങ്ങളായിരിക്കും അവർ കൂടുതൽ ഈ പറയുന്നല്ലേ അവരെ മനസ്സിലാക്കേണ്ടത്. സംസാരിക്കുന്ന ആ ഒരു ഭാഗം മാത്രമല്ല, അവർക്ക് സംസാരിക്കാവുന്ന ഒരുപാട് സിറ്റുവേഷനിൽ സംസാരിക്കാതിരിക്കുന്നിടത്താണ് അവരുടെ ബുദ്ധിയും കാര്യങ്ങളും നിയമിച്ചത്. അതുപോലെ ഒരു ആളാണ് വക്കച്ചൻ. അയാൾ അധികം സംസാരിക്കില്ല. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നു, അതായത് എല്ലാം ഉദാരതയായിട്ടാണല്ലോ, വിൻസെന്റിന്റെ ഉദാരതയാണല്ലോ. നിങ്ങൾ വിളിച്ചു വന്നു, ഒബീഡിയന്റ് സിറ്റിസൺ എന്നുള്ള രീതിയിൽ ആരുടേതാണെന്ന് പോലും യാതൊരു തിരിച്ചറിവില്ലാത്തൊരു അസ്ഥികൂടത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ്. എന്നിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നു എന്ന് പറയുന്ന ഒരു വക്കച്ചനുണ്ട്. അപ്പൊ അത്രേ ഉള്ളു പുള്ളി. വെളിയിറങ്ങി പത്രക്കാരോടും പറയുന്നുണ്ട്, ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയിൽ പോലീസ് വിളിച്ചപ്പോൾ ഞാൻ എത്തി. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അയാൾക്ക് അത്രേ ഉള്ളൂ. പക്ഷെ അയാളുടെ ഉള്ളിൽ നീറുന്നുണ്ട്. ആ നീറ്റല് പുറമേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. വലിയ കുഴപ്പത്തിലന്ന് പുള്ളിക്കറിയാം, പക്ഷെ അത് വെളിയിൽ കാണിക്കുന്നില്ല. പിന്നെ ഭാര്യ സ്നേഹിയാണല്ലേ, ഭയങ്കര ഭാര്യ സ്നേഹിയാണ് സംഭവം. അങ്ങനെ ഒരു ഇൻസിഡന്റിനുള്ളിലാണ് ഇവർ ഒന്നിച്ചെങ്കിലും ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു കുടുംബസ്ഥനാണ്. മക്കളും ഒക്കെ ആയിട്ട് വളരെ സ്നേഹമായിട്ട് ജീവിക്കുന്ന ആളാണ്, വളരെ ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന ആളാണ്. നമ്മൾ കാതോട് കാതന് പറയുകയാണെങ്കിൽ ഈ സിനിമ പറയുകയാണെങ്കിലും ഈ സിനിമ ഇതിലിപ്പം പിന്നെ മനോജേട്ടൻ തന്നെ അഭിനയിച്ച പല പടങ്ങളുടെയും കാര്യത്തിൽ വരുമ്പോൾ ടൈറ്റിൽ ഈ സിനിമയിൽ ഞങ്ങളില്ല പക്ഷെ നിങ്ങൾ കാണുന്ന കഴിഞ്ഞ പോസ്റ്റർ പോലെയാണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ത്രൂ ഔട്ട് ജേർണിയിൽ മമ്മൂക്കയുണ്ട്. ഇത് രേഖാചിത്രം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക കൂടെ
പ്രസൻസ് ഉള്ള സാക്ഷ്യമുള്ളൊരു സിനിമയായിട്ട് വരുന്നത്. നമുക്കൊരു ബ്ലെസ്സിങ്ങൾ. അപ്പോൾ അത് കുറച്ചുകൂടി പേഴ്സണൽ ആണല്ലോ. നമ്മളെപ്പോഴും മനോജ് കെ ജെ എന്ന് പറയുന്ന സമയത്ത് ആ ജേണിയിൽ എപ്പോഴും മമ്മൂക്ക ഒരു തീവ്ര സൗഹൃദത്തിൻ്റെ ഭയങ്കര സഹോദര തുല്യ ബന്ധത്തിൻ്റെ ഒരു അടുപ്പമായിട്ട് എല്ലാ കാലത്തും ഉണ്ടാണല്ലോ. രേഖാചിത്രം എന്ന് പറയുമ്പോൾ കാതോട് കാതോരുണ്ട്, ഭരതനുണ്ട്, പ്ലസ് മമ്മൂക്കയുണ്ട് എന്ന് പറയുന്ന സംഗതിയാണ്. മമ്മൂക്കയുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ മമ്മൂക്ക ഇതിന് സമ്മതം മൂളി ആ നിമിഷം ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പിറവി അല്ല അനുഗ്രഹം എന്ന് പറയുന്ന എസിലാണ്. അപ്പോൾ അത് എല്ലാവരും ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു ഭയങ്കര ആ ഒരു ദൈവീകമായ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് ആ ചിത്രത്തിൽ കാണാനുണ്ട് അല്ലേ. നമുക്കായിട്ട് ഞാൻ ചെയ്ത ഒരുപാട് സിനിമകൾ കൂടുതലും ഇപ്പോൾ 18 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 10-15 സിനിമയും ഹിറ്റാണ്. മെഗാ ഹിറ്റായിട്ടുള്ള രാജമാണിക്യം പോലത്തെ സിനിമകൾ കൊണ്ട് അല്ലാത്ത പല സിനിമകളും നമുക്കായിട്ട് ഞാൻ പല തരം. രാജമാണിക്യം, ബിഗ് ബി എല്ലാം ഡിഫറെന്റ് ആണ്. എന്തായാലും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഗെറ്റപ്പിനെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് എനിക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. ഗെറ്റപ്സ് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രായത്തിലുള്ള ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മൾ അതിലേക്ക് എത്തണമല്ലോ. അതിനകത്തൊന്നും അല്ല, അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിനേക്കാളും നമ്മൾ ഇതാരോ ആണോ, ഇത് നമുക്ക് പരിചയമുള്ള വ്യവസായിയാണെന്ന്. കാരണം സിദ്ദിഖയുടെ കഥാപാത്രത്തിന്റെ അവിടെ മാഗസിനിൽ നിന്നാണല്ലോ നമ്മൾ ഇയാളുടെ ഫേസ് കാണുന്നത്, വിൻസെന്റിന്റെ. അവിടെ മുതൽ അത് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു വലിയൊരു വ്യവസായിയുടെ ഫോട്ടോഷൂട്ട് പോലെയാണ് പുള്ളിയുടെ വരവും ആ ഒരു അത്യാഡംബരമായ വീട്, അതിൻ്റെ ഒക്കെ ഒരു എനിക്ക് അതിനോടൊക്കെ കണക്ട് ചെയ്യാവുന്ന വിധത്തിൽ ഒരു പെർഫോമൻസ് അപ്ലിഫ്റ്റ് ചെയ്യുന്നു. അത് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇപ്പൊ എനിക്കൊക്കെ എന്ത് ഇമേജാന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വക്കച്ചനെ പോലെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഇത്രയും എന്താ പറയുന്ന ഒരാളുടെ ഒരു ഇമേജിലേക്ക്, അല്ലെങ്കിൽ റേഞ്ച് റോവർ വോഗ് അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി പോലത്തെ ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്ന ഒരാളായിട്ട് അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഇമേജ് എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മള് ആ ഇമേജിന്റെ വിഷയങ്ങളൊന്നും എൻ്റെ മനസ്സ് പ്രശ്നങ്ങളല്ല. എനിക്ക് കിട്ടിയ കഥാപാത്രത്തെ ഈ പറഞ്ഞ അപ്ലിഫ്റ്റ് ചെയ്ത് അയാളുടെ ആറ്റിറ്റ്യൂഡിലെയും അയാളുടെ ബോഡി ലാംഗ്വേജിലൂടെയും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് വിജയിച്ചു. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഈ നമ്മൾ ഈ പറഞ്ഞ അഭിനയ ജീവിതത്തിൻ്റെ സംഗതി പറയുകയാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് എടുത്തു വയ്ക്കാനുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേഖാചിത്രത്തിന് പുറത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചമയം എല്ലാ കാലത്തും ചർച്ച ചെയ്യേണ്ട. അപ്പോഴും ചമയത്തിലൊരു 6 മിനിറ്റ് പാട്ട്, 6 മിനിറ്റ് പാട്ടിലെ പെർഫോമൻസ് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും മനോജ് കെ ജയൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു നൃത്ത സ്വഭാവത്തിൽ അങ്ങനെ ത്രൂ ഡാൻസ് ചെയ്യുന്ന സിനിമകൾ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഒരു എൻഡിൽ എന്ന് പറഞ്ഞത് ഒരു ഇംപ്രവൈസ്ഡ് വേർഷൻ ഓഫ് ഡാൻസ് ആണ്. അതെന്ന് പറയുന്നത് അത് പിന്നെ റീടേക്കിൽ അതുപോലെ എടുക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാവാത്ത സാധനമാണ്. ഒരു പാട്ടിൻ്റെ അതേ താളം, ഒരു പുതിയൊരു താളം സൃഷ്ടിക്കുകയാണല്ലോ. തിയേറ്റർ പെർഫോം ചെയ്യുന്നവർ, നാടകത്തിൻ്റെ ആളുകളൊക്കെ അത്തരം താളത്തെക്കുറിച്ച് പറയാറുണ്ട്. അതിൻ്റെ ഒരു കൊറിയോഗ്രാഫ്ഡ് വേർഷൻ്റെ പിറവി എങ്ങനെയായിരുന്നു ശരിക്കും? അത് ഈ ചമയം ചാവക്കാട് ഡെയിലി രാവിലെ ബീച്ചിലേക്ക് അങ്ങ് പോവുകയാണ്. ഒരു ഘോഷയാത്ര പോലെ രാവിലെ അങ്ങ് പോകും. 10-10:45 ആവും ഭരതേട്ടൻ വരാൻ. എന്നും അങ്ങനെയാണ്. പുള്ളി ഇച്ചിരി ലേറ്റായിട്ട് വരുള്ളൂ. ഞങ്ങളൊക്കെ ഇച്ചിരി നേരത്തെ പോകും. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി 3-4 ദിവസം അന്തിക്കടപ്പുറത്തുള്ള പാട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് വരുന്നുണ്ട്, അതെനിക്ക് പണിയാണെന്നും എനിക്കറിയാം. കാരണം എനിക്കാണ് അങ്ങനെ ഡാൻസ് ചെയ്തുള്ള പരിചയവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സർഗത്തിൻ്റെ ഒരു ഇമേജ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആൾക്കാർ അതെങ്ങനെ എടുക്കും എന്നറിയത്തില്ല. സർഗം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വർഷമല്ലേ. അപ്പോൾ ഈ തലേ ദിവസം രാത്രി കുമാർ ശാന്തി അന്നത്തെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തത്. കുമാർ ശാന്തിയിൽ കുമാർ റൂമിൽ വന്നിട്ട്, നാളെ രാവിലെ മനോജ്, അപ്പോൾ നമുക്കൊന്ന് നോക്കാം, മനോജ് റൂമിൽ ഫ്രീ ആണോ? ഞാൻ മാസ്റ്റർ വരൂ. അങ്ങനെ എൻ്റെ ഗുരുവായൂർ എലൈറ്റിലെ റൂമിൽ വന്ന് കുമാർക്ക് ഭയങ്കര അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റാത്ത കുറച്ച് സ്റ്റെപ്സൊക്കെ ചെയ്യിച്ചു. അപ്പോഴേ ഞാൻ ഓർത്തു കുഴപ്പമില്ല, നാളെ എന്ത് ചെയ്യും, ഒന്നാമത് ഡാൻസ് അറിയത്തില്ല. അതിനോട് കുമാർ പറഞ്ഞ ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ ചെയ്യും? അങ്ങനെ ടെൻഷൻ അടിച്ച രാവിലെ ലൊക്കേഷനിലേക്ക് ചെന്ന്. പക്ഷേ ഈ താളം അല്ലെങ്കിൽ ഈ താളവട്ടം അങ്ങ് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അപ്പം വന്ന കാര്യങ്ങൾ, ഇപ്പം മനീഷ് പറഞ്ഞാൽ ഒരു മനോദർമ്മം പോലെ മുഴുവൻ മാസ്റ്റർ പറഞ്ഞ 1-2 സ്റ്റെപ്പ് ഞാൻ ഇട്ടു, ബാക്കി മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ മാസ്റ്റർ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അപ്പം മാസ്റ്റർ ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്, വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്റർ പുള്ളി മൂർക്കാൻ ചോദിക്കുന്ന ആളാണ്, ഏത് കുഴപ്പമില്ലെന്നു. പുള്ളിയുടെ സമ്മതം അവിടെ നിന്ന് എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ഊർജ്ജത്തിൽ ചെയ്തതാണത്. അത്
ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. കാരണം ഈ തിരമാല ഇങ്ങനെ വന്നിട്ട് ഇത് മണ്ണങ്ങ് താഴുമല്ലോ. മണ്ണ് താഴുമ്പോൾ നമ്മൾ ഈ ഇടുന്ന സ്റ്റെപ്പ് മുഴുവൻ 4 ഇരട്ടി എനർജിയിൽ നമുക്ക് ചെയ്താലേ അത് ആ കാലോടെ ഉറയ്ക്കുള്ളൂ. അപ്പോൾ ശരിക്കും ഞാൻ ബോധം കെട്ട് വീണു, തളർന്നു വീണു പോയി. 2 ടേക്ക് ഔട്ടും എടുത്തു ഭരതനാണെങ്കിൽ കട്ട് ഷോട്ടും പരിപാടിയൊന്നുമില്ല. ഒരു ക്യാമറ വെച്ച് നീ ചെയ്തോടാ എന്ന് പറയുള്ളൂ. അത് മുഴുവൻ ഒറ്റ ഷോട്ടാണ്. അപ്പൊ അത് 2 റിഹേഴ്സലും ഒരു 3 ടേക്ക് ആകുമ്പോഴുള്ള അവസ്ഥയിൽ വെച്ച് ടീം വീണു, തളർന്നങ്ങ് വീണു. എല്ലാവരും എടുത്തു നോക്കിക്കൊണ്ട് ഓഹോ ഓഹോ ആ ലൈനിൽ അവിടെ കൊണ്ട് സെറ്റിൽ നമ്മുടെ ഒരു വീടുണ്ട്, അവിടെ കൊണ്ട് കിടത്തി. എന്തായാലും ആ ഷോട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ എടുത്ത ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത ആ ഷോട്ടൊക്കെ. ഇനി MT സാർ വന്ന് എൻ്റെ അഭിനയം കണ്ടിട്ട് മോശമെന്ന് ചില പറഞ്ഞു വിട്ടാൽ എൻ്റെ മുടിയും പോയി, ചാൻസും പോയി. അപ്പം അങ്ങനെ ടെൻഷനിൽ ആ സീൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇറങ്ങാണ്, നന്നായിട്ട് ചെയ്യുക, നല്ല ക്യാരക്ടറാണ്, നന്നായി വരും എന്നൊരു ബ്ലെസ്സിങ് തന്നു. അതൊരു ഭയങ്കര, കാരണം പെരുന്തച്ഛനാണ് എല്ലാത്തിനും കാരണം. എൻ്റെ സിനിമയിലേക്കുള്ള ഏറ്റവും നല്ല വഴി തുറന്നു തന്ന പെരുന്തച്ഛനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ വലിയ കാര്യമായിരുന്നു. ഞാനേ മുടി അങ്ങ് എടുക്കട്ടെ മൊത്തം. ചേട്ടാ മുടി ചേട്ടാ എടുക്കുമോ? ഞാൻ എടുക്കുക, എനിക്ക് ക്യാരക്ടറേ അങ്ങ് നിൽക്കണം, നമുക്കവിടെ കൂടെ ഒപ്പത്തിൽ നിൽക്കണ്ടല്ലേ. അപ്പോൾ എടുത്താൽ കുറച്ചുകൂടി ടെറിഫിക് ലുക്ക് വരും.